എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന മനോഹർ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് മേഘന ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. മേഘനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മനോഹർ തോന്നി, കൊള്ളാലോ, ഇവൾ ഏതോ ഒരു മുന്തിയ ടീമാന്ന് തോന്നി, ഏതോ വലിയ വീട്ടിലെ പെൺകുട്ടിയാന്ന് തോന്നി. ഇറങ്ങി വരുന്ന വരവൊക്കെ കണ്ട തന്നെ അറിയാം, ഒന്നൊന്ന് മുട്ടി നോക്കിയാലോ എന്ന് വിചാരിച്ച് മനോഹർ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ രണ്ടു മൂന്ന് കവറൊക്കെ കൈ പിടിച്ചോണ്ടാ മേഘന ഇറങ്ങി വരുന്നേ. പെട്ടെന്ന് അറിയാത്ത മട്ടി പോയി മനോഹർ എന്ത് ചെയ്യണം, അവൾക്കിട്ടൊരു മുട്ടുവാണ്. കയ്യിലിരിക്കുന്ന കവറെല്ലാം മേഘനയുടെ താഴെ പോയി. പെട്ടെന്ന് മനോഹർ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ട് അങ്ങോട്ട് പോയതാ, ക്ഷമിക്കണോട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് മേഘന കവർ കൊടുത്ത് അങ്ങ് തിരുമതിയെന്ന് ചോദിച്ചു. അല്ല, എവിടെയോ നല്ല കണ്ടുപരിചയം തോന്നുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കെന്തോ നല്ല പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ എന്താന്ന് എനിക്ക് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അല്ല, വീട് എവിടെയാന്ന് ചോദിക്കുകയാണ്. സ്ഥലവും വീടും ഒക്കെ പറഞ്ഞു എവിടെയാന്ന്, പക്ഷേ എന്തോ ഞാൻ നല്ല പരിചയമുണ്ട്. അപ്പൊ തോന്നി, തന്റെ ഭാര്യ വീട് അവിടെയാണല്ലോ, ഇനിയിപ്പോ വേണ്ട, അവിടെയെങ്കിലും തന്റെ വീടാന്ന് പറയണ്ട, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി വാളും. പെട്ടെന്ന് മനോഹർ തന്റെ പേരും വീടും ഒക്കെ മാറ്റിയാ പറയണേ. അല്ല, നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞില്ല. എന്റെ പേര് മേഘന എന്ന് പറയും. എന്റെ പേര് ടോണി തോമസ്. ഞാൻ എസ്റ്റേറ്റിലായിരുന്നു, ഇപ്പൊ ഈടെ വന്നോളൂ. എന്റെ ഡാഡിയും മമ്മിയും എല്ലാം അവർ സ്റ്റേറ്റ് തന്നെയാന്ന് പറയണ. ഞാൻ കുറച്ചു ദിവസത്തെ ഇങ്ങോട്ടൊന്ന് വന്നാന്ന് പറയണം. ശരി, എന്നാ ശരി, അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കണം. അല്ല, നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിക്കും. ഫോൺ നമ്പരോ? അതെന്തിനാ? അല്ല, എനിക്കെന്തോ നിങ്ങൾ നല്ല പരിചയം തോന്നുന്നുണ്ടോ, ഒരു പക്ഷേങ്കില് നിങ്ങൾ ഓർത്തെടുക്കാൻ എനിക്ക് സാധിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പരിചയം പുതുക്കാനായിട്ടാ, ഒന്ന് ഫോൺ നമ്പർ തരുമോന്ന് ചോദിക്കും. ഒരു നിമിഷം മേഘനയൊന്ന് ആലോചിച്ചു, പിന്നീട് ഫോൺ നമ്പർ കൊടുക്കുവാണ്. ഫോൺ അങ്ങ് നീട്ടിക്കഴിഞ്ഞപ്പത്തേനും അതിനകത്തേക്ക് മേടിച്ച് നമ്പർ അടിച്ചു കൊടുക്കുവാണ്. അതെ, ആരാ എന്താന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ഞാൻ വിളിക്കാട്ടോ എന്ന് മനോഹർ മേഘനയോട് പറയാണ്. മേഘനോട് ശരിയെന്നും പറഞ്ഞു പോവാണ്. മേഘന പോയി കഴിഞ്ഞ ഉടനെ മനോഹർ എന്ത് ചെയ്യാണ്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, ഒരു പുതിയ ചാലൊത്തു വന്നിട്ടുണ്ട്, കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി, ഇവളെ ഒന്ന് കറക്കിയെടുക്കാൻ നോക്കണം എന്ന് വിചാരിച്ച് മനോഹർ അങ്ങോട്ട് കയറിപ്പോവാണ്. പിന്നീട് കാണിക്കുന്ന രൂപ മുറിയിലില്ലായിരുന്ന സമയത്ത് ശാരി രണ്ടും കൽപ്പിച്ച് രൂപയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. എന്നിട്ട് അവിടെ പമ്മി വെച്ചിരുന്ന ആ വോയിസ് റെക്കോർഡർ അതെടുക്കുവാണ്. അതെടുത്ത് ഓണാക്കി കേൾക്കുവാണ്. അപ്പൊ അതിനകത്ത് ആദ്യം കേൾക്കുന്ന ശബ്ദം അത് രൂപയുടെ ആയിരുന്നു. രൂപ പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മതി, ആ ഒരു ഒറ്റ കാര്യം മതി നമുക്ക് രാഹുലേട്ടനെ അവരിൽ നിന്ന് അകറ്റാനായിട്ട്. രൂപേനെ ശാരീനെ എല്ലാം അകറ്റാൻ കഴിയും നമുക്ക്, ആ താര എന്നുള്ള ഒറ്റ ഒരാൾ മാത്രം മതി എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ചന്ദ്രസേന ചോദിക്കുന്നുണ്ടായിരുന്നു, അത് വല്ലതും നടക്കുന്ന കാര്യമാണോ, നടക്കുമെന്നോ? അതെന്താ ചന്ദ്രേട്ട അങ്ങനെ പറയുന്നത്? നമ്മളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താര മാത്രം മതിയല്ലോ സത്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട്, അതോടുകൂടി തകർന്ന് തരിപ്പണം ആയിക്കോളും ശാരി എന്ന് പറയാണ്. ഈ വോയിസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ എന്ത് ചെയ്യുവാണ്, ശാരി മുറിയിലേക്ക് ചെന്ന് തന്റെ ബായൊക്കെ പാക്ക് ചെയ്ത് നേരെ രൂപയുടെ മുന്നിലേക്ക് വരുവാണ്. രൂപയുടെ മുന്നിലേക്ക് വന്നിട്ട്, നീ ഇത്രയും കാലം ഞങ്ങളുടെ മുന്നേ അഭിനയിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും. എന്താ, എന്റെ രാഹുലേണ്ണെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ? നീ ആ ചന്ദ്രസേനെ സ്നേഹിച്ചോണ്ടിരുന്നിട്ട് നീ ചന്ദ്രസേനെ സ്നേഹിക്കുന്നതാണ് അഭിനയിക്കുവന്ന് രാഹുലേട്ടനെ പറഞ്ഞു വിശ്വസിപ്പിച്ചല്ലേ? നീ ഇത്ര ചതി എന്റെ ഏട്ടനോട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലേ, എല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടപ്പോ രൂപ പറഞ്ഞു, അല്ല ഏട്ടത്തിക്ക് എന്ത് മനസ്സിലായെന്നാ? ഇതിൽ കൂടുതൽ എന്താ മനസ്സിലാവുന്നേ? നിങ്ങൾ എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് എന്റെ രാഹുലേട്ടനെ വഞ്ചിച്ചോണ്ടിരിക്കുവല്ലേ, ഞങ്ങളെ തകർത്തോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ രാഹുലേട്ടൻ എന്താ ചെയ്യുന്ന അറിയാവോന്ന് ചോദിക്കുക. കണ്ടോ, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ രാഹുലേട്ടനുണ്ടല്ലോ നിന്നെ വെറുതെ വിടില്ല, നിന്നെ തകർക്കൂടി, നിന്നെ നിന്റെ മക്കളെ, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന സേനയില്ലേ അവനെ തകർക്കൂന്ന് പറയാം. രൂപ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിട്ടേ പറയണേ? എല്ലാം എനിക്ക് മനസ്സിലായടി, നിന്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്റെ മോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ അറിയാവോ, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. രാഹുലേട്ടനെ വഞ്ചിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. പാവം എന്റെ രാഹുലേട്ടൻ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാവോ? അതൊക്കെ മറച്ചു വെച്ചിട്ട് നീ എന്ത് ചതിയാടി ചെയ്തോണ്ടിരിക്കുന്നേ? ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനങ്ങ് ചെല്ലട്ടെ. ഞാൻ ചെന്ന് കഴിയുമ്പോ രാഹുലേട്ടനോട് നിന്റെ കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു പറയുമെന്ന് പറയാം. രൂപ പറഞ്ഞു, അന്നാ അങ്ങ് ചെന്ന് പറ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേങ്കില് ചെന്ന് പറഞ്ഞിട്ടുണ്ടെ തകരാൻ പോകുന്ന ആരായിരിക്കും എന്നറിയാവോ? നിങ്ങൾ തന്നെയായിരിക്കും. എനിക്ക് അതിന് വ്യക്തമായ തെളിവ് കിട്ടി. എന്റെ ചന്ദ്രേട്ടൻ തെറ്റുകാരനല്ലെന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിലും ഞാൻ എന്റെ ഭർത്താവിനെ മക്കളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കണോ? ഓ, ഇപ്പൊ അങ്ങനെയായല്ലേ? അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ എല്ലാം നിന്റെ അഭിനയമായിരുന്നു ഇത്രയും കാലം നീ കാഴ്ച വെച്ചല്ലേ? കൃത്യസമയത്ത് തന്നെ വക്കീല്
എൻ്റെ മോളുടെ പേർക്ക് സ്വത്ത് എഴുതി കൊടുക്കാൻ നിന്ന സമയത്താണ് വക്കീല് വന്നത്. എന്നിട്ട് ആ വക്കീല് ഒരു നാടകം കളിച്ചു. അപ്പൊ എല്ലാം നിന്റെ കളിയായിരുന്നില്ലേ? നീ ആയിരുന്നു ആ വക്കീലിനെ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്നേ എന്റെ മോളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി. അതെ, അങ്ങനെ തന്നെയായിരുന്നു. ഓഹോ, അന്ന് ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നതിനെ ഞാൻ കാണിച്ചു തരാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയണം. ശാരി ഇത് കിട്ടുന്ന മൂട്ടിന് തീ പിടിച്ചങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞ് രൂപയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പോക്ക് അപകടത്തിലേക്കാ. ഒരു പക്ഷേങ്കിൽ അവർ ചെന്ന് രാഹുലേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചന്ദ്രേട്ടനെ മക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതൊരു കാരണവശാലും പാടില്ല. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യുവാണ് വെപ്രാളത്തോടു കൂടി. പിന്നീട് കാണിക്കുന്ന ശാരി പോകുന്ന സമയത്ത് ശാരിയുടെ വണ്ടി തടഞ്ഞുകൊണ്ട് കിരണിന്റെ വണ്ടി വന്ന് നിൽക്കുവാണ്. അപ്പൊ ശാരി പെട്ടെന്ന് കൊണ്ട് ഇറങ്ങി. എന്നാടാ എന്റെ വണ്ടി തടയാൻ മാത്രം നീ ആയോന്ന് ചോദിക്കുവാണ്. ഓ, വിജയിച്ചെന്ന് കരുതി പോകുന്ന പോക്കായിരിക്കുമല്ലേ വീട്ടിലേക്ക്? അതേടാ, വിജയിച്ചെന്ന് കരുതി പോകുന്ന പോക്ക് തന്നെയാ. നീ നിന്റെ അമ്മയോ അച്ഛനും എല്ലാരും കൂടെ കൂടിയിട്ട് ഞങ്ങളെ തകർക്കുമായിരുന്നല്ലേ? അത് അറിയാൻ വൈകിയടാ. കുഴപ്പമില്ല, എന്റെ രാഹുലേട്ടൻ ഈ വിവരം ഒന്ന് അറിഞ്ഞോട്ടെ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവോ? ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലേ ഇനി തകരാൻ പോകുന്ന നിങ്ങളായിരിക്കും എന്ന് പറയാം. ഞാനോ? എനിക്കൊന്നും ഒരു തകർച്ച ഉണ്ടാവില്ലടാ. തകരാൻ പോകുന്ന നിന്റെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. അവറ്റകൾ ഈ ഭൂമിയിൽ ഇനി ജീവനോടെ കാണില്ലടാന്ന് പറയണ. ഇത് കേട്ടത് കിരൺ പറഞ്ഞു, അന്നെങ്കിലേ നിങ്ങൾ ഇനിയിപ്പൊ തകരാൻ പോകുന്ന എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കണേ. നിങ്ങളിപ്പോ അടക്കി പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന നിങ്ങളുടെ മോളുണ്ടല്ലോ സരയു, അത് നിങ്ങളുടെ മോളല്ല. നിങ്ങളുടെ വീട്ടിൽ താരാന്ന് പറയുന്ന സ്ത്രീ വരുന്നില്ലേ, ആ താരാൻറ്റിയുടെ മോളാ സരയു എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി, അതേടാ, അടുത്ത നമ്പറുമായിട്ട് നീ വന്നതല്ലേ? നിന്റെ അമ്മയായിരിക്കും നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇത് നമ്പറൊന്നും അല്ല, ഇത് ശരിക്കുള്ള കാര്യം തന്നെയാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. താരാൻ നിങ്ങളുടെ വീട്ടിൽ പലപ്പോഴും വന്നിട്ടുണ്ട് സരുവിനെ ചോദിച്ചോണ്ട്. പക്ഷെ അന്നൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നിങ്ങളൊരു ടെൻഷൻ കണ്ടില്ലേ? നിങ്ങളൊന്നും ഓർത്തു നോക്കാൻ പറയണം. പെട്ടെന്ന് ശാരി അതിനെക്കുറിച്ച് ചിന്തിക്കുവാണ്. താര വീട്ടിൽ വരുന്നു, സരയു തന്റെ മോളാന്ന് പറഞ്ഞ് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും രാഹുലേണ്ണും ഒരു പതർച്ചയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു ശാരി. ശാരി പറഞ്ഞു, എടാ പുതിയ നിന്റെ നാടകമൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ ഞാൻ വിശ്വസിക്കും നീ വിചാരിച്ചോ? എടാ എന്റെ മോളാടാ സരയു, ഞാൻ പ്രസവിച്ച എന്റെ മോളാന്ന് പറയണം. പിന്നെ നിങ്ങളുടെ മോള് നിങ്ങൾ പ്രസവിച്ച് ബോധമില്ലാതെ കിടന്നിട്ട് ബോധം ഉണർന്നു കളഞ്ഞപ്പോ നിങ്ങളുടെ അടുത്തൊരു കൊച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി, അത് നിങ്ങളുടെ മോളാന്ന് നിങ്ങൾ വിശ്വസിച്ചു. ആ നിങ്ങളുടെ വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയണമെങ്കിലേ നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്കാൻ പറയാ. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, എടാ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നീ എന്ന് പൊടിക്കുഞ്ഞായിരുന്നല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്കോ? എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നിട്ട് തന്നെ ഞാൻ പറയണേ. ഇതിനാൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ പറയണേ. എനിക്ക് നിങ്ങളോട് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. നിങ്ങളുടെ ഭർത്താവ് ഇതിനുള്ള ഉത്തരം തരുമെന്ന് പറയണം. അല്ലെങ്കിലും ബോധമില്ലാതെ കിടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വേറൊരു കുഞ്ഞിനെ കൊണ്ട് കിടത്തിയതാണെങ്കിൽ നിങ്ങൾ അറിയുമോന്ന് ചോദിക്കണം. പെട്ടെന്ന് ശാരിയിലൊരു ഞെട്ടലുണ്ടായി. ശാരി പറഞ്ഞു, നീ ഈ പറയുന്ന കള്ളത്തരമാണെന്നെങ്കിലും തെളിയുവാണെങ്കിൽ നിന്റെ ഭാര്യ കല്യാണിനെ ഡിവോഴ്സ് ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? അവളെ ഉപേക്ഷിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം കിരൺ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, സമ്മതമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം സരയു നിങ്ങളുടെ മോളല്ലെന്ന്, നിങ്ങളുടെ മോളാന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ കല്യാണിനെ ഉപേക്ഷിച്ചോളാന്ന് പറയണം. ഇത് കേട്ട ശാരി പറഞ്ഞു, വാക്കാണല്ലോ, വാക്ക് മാറില്ലോ. ഒരു കാരണവശാലും വാക്ക് മാറില്ലെന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ കാണിച്ചു തരാടാ. എൻ്റെ മോളാണ് അവളെന്ന് ഞാൻ തെളിയിച്ചു തരാം. എന്നിട്ട് മതി ഇനി ബാക്കി കാര്യം. നിങ്ങൾ ചെല്ല്, നിങ്ങളുടെ രാഹുൽ എന്ന് പറയുന്ന ഭർത്താവ് അവിടെ കാണും, ചെന്ന് ചോദിച്ച് സത്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയാണ്. പിന്നെ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോവാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ മോളാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് വരും. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന എൻ്റെ രാഹുലങ്ങളിൽ ഒന്ന് കൊന്നു തരാമെന്ന് ചോദിച്ചോണ്ട്. പിന്നെ എങ്ങ് പറഞ്ഞോണ്ട നീ ഇതുപോലത്തെ കള്ളത്തരം പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് വിശ്വസിക്കുമല്ലേ? ഞാൻ തെളിയിക്കൂടാ, അവൾ എൻ്റെ മോളാന്ന് ഞാൻ തെളിയിക്കും, നീ കണ്ടോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കിരൺ അങ്ങോട്ട് കയറി പോവാ. ശാരിക്ക് ആ പടം തലയ്ക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയായി. അങ്ങനെ ശാരി തിരികെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം അവിടെ താരൻ നിപ്പുണ്ടായിരുന്നു. താരനെ കണ്ടു ശാരി പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. എന്നിട്ട് ചോദിച്ചു, എന്തിനാടി നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. എൻ്റെ മോളെ കാണാനെന്ന് ആംഗ്യഭാഷ കാണിക്കോ? നിന്റെ മോളോ? എവിടെ? അവൾ എൻ്റെ മോളാടി, നിന്റെ മോളൊന്നും അല്ലാന്ന് പറയണ. അല്ലാതെ എൻ്റെ മോളാ, മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത്. എനിക്ക് മനസ്സിലായി ഇങ്ങോട്ട് നിന്നെ വിടുന്ന ആരാന്ന്. ഇപ്പൊ അപ്പുറത്തുകാർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന് തെളിവുണ്ടാക്കാണ്ട് നീ വന്നായിരിക്കൂല്ലേ? എനിക്ക് മനസ്സിലായി. എല്ലാരും കൂടെ ചേർന്നിട്ട് മനഃപൂർവ്വം ഞങ്ങളെ തകർക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനു മുമ്പ് പലവട്ടം നീ ഇവിടെ വന്നിട്ടുണ്ട്. സരയു നിന്റെ മോളാന്ന് പറഞ്ഞിട്ട് അന്ന് നിന്നെ ആട്ടി ഇറക്കി വിട്ടിട്ടാ ഞാനുള്ളൂ. പോടിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചങ്ങോട്ട് തള്ളുവാണ്.
പാവം താര നിലത്ത് വീണിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. ഇനി മേലാ നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്. എനിക്കറിയാം ഇതെല്ലാം അപ്പുറത്തെ ആ കിരണിന്റെ കല്യാണിന്റെ ആ സേന്റെ ഒക്കെ കളികളാന്ന്. ഞങ്ങളെ തകർക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊന്നും ഞങ്ങളെ തകർക്കാൻ പറ്റില്ലടി. എല്ലാത്തിനും കള്ളത്തരം കൈയോടെ പിടികൂടിയിട്ടുള്ളൂ. കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ശാരി എന്ന് കഴിഞ്ഞപ്പോ ശാരി മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ശാരി ഒരു നിമിഷം അവിടെ നിന്നു. ഇവള് തന്റെ മോളല്ലായിരിക്കുവോ? ഇനിയിപ്പോ ആ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുവോ? താരയുടെ മോളായിരിക്കുവോ? ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല ഭഗവാനെ. അതൊക്കെ അറിയാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഇവളുടെ തന്റെ ഒരു മുടിയുടെ മാത്രം മതി സത്യങ്ങളൊക്കെ തെറിയാനായിട്ട്. ഇപ്പൊ മുടി ചെയ്യിക്കൊണ്ടിരിക്കുക. ഒരു മാർഗമുണ്ട്. പെട്ടെന്ന് ശാരി അങ്ങോട്ട് വന്നപ്പോഴത്തേന് സാരി ചോദിച്ചു, അല്ല അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കണം. എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റുമോ? അങ്ങ് തിരിഞ്ഞിരിക്കും. മോളുടെ മുടി ഞാൻ ഈരിത്തരാന്ന് പറഞ്ഞോണ്ട് സരിയുടെ മുടി ശാരി ഈരി കൊടുക്കണം. അപ്പം മനസ്സിൽ ഇവളുടെ ഒരു മുടിയുടെ എടുക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലമ്മേ, അവരുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ചോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന് ചോദിക്കും. അത് മോളെ, അതിന് പറ്റിയില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏറിയാൽ 1-2 ദിവസം അതിനുള്ളിൽ സത്യാവസ്ഥ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരിയു പറഞ്ഞു, അല്ലമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ നമ്മളൊരു വോയിസ് റെക്കോർഡർ വെച്ചായിരുന്നല്ലോ, അതിനകത്ത് വിവരങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കണം. അല്ല മോളെ, അതിനകത്തൊന്നും അവര് പറയുന്നൊന്നും സംസാരമൊന്നും കേൾക്കാൻ സാധിച്ചില്ല. അത് കുഴപ്പമില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തിന് സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിരിക്കും. എന്നിട്ട് വേണം ആന്റി നമ്മളെ പറ്റിക്കുവാണെങ്കിൽ ആന്റീനെ നമുക്ക് പൊളിച്ചെടുക്കാൻ. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് പറയാണ്. ഈ സമയത്ത് സരിയുവിന്റെ ഒരു മുടി ആ ചീപ്പിൽ നിന്ന് പതുക്കെ കളക്ട് ചെയ്ത് ശാരി, ഈ ഒരു മുടിയുടെ മതി സത്യം തെളിയിക്കാണ്ട്. താനും തന്റെ മോളാണ് ഇവിടെ നിന്നുള്ള സത്യം അറിയണം. അപ്പൊ എത്രയും പെട്ടെന്ന് അത് അറിയാൻ തന്നെ ശാരി തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. ഇപ്പൊ നമ്മൾ നല്ല വിശേഷങ്ങളൊക്കെ തന്നെയെന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.